ചട്ടമ്പി കല്യാണി. രചന ദിയ ദേവേന്ദു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. കല്ല് പോകുന്ന കാര്യമൊക്കെ അച്ഛനോടും അമ്മയോടും ജഗ്ഗുവിനോടും വിശദീകരിച്ചു. ആ സമയം കൊണ്ട് കാശി വണ്ടി എടുക്കാനായി പോർച്ചിലേക്ക് പോയി. കാറിലേക്ക് കയറാനായി ഡോർ തുറന്നപ്പോഴാണ് അവനവന്റെ സ്വന്തം ഹിമാലയനെ കുറിച്ച് ഓർക്കുന്നത്. ഒരുപാട് നാളായി അത് എടുത്തിട്ട് തന്നെ. എങ്കിൽ പിന്നെ അതിൽ പോവാമെന്ന് കരുതി കാശി അകത്ത് പോയി കാറിന്റെ കീ അവിടെ വെച്ചിട്ട് ബൈക്കിന്റെ കീ എടുത്തുകൊണ്ട് വന്നു. പിന്നെ വണ്ടി ഒന്ന് തൂത്ത് വൃത്തിയാക്കിയെടുത്ത് സ്റ്റാർട്ടാക്കി മുമ്പിൽ കൊണ്ടുവന്നിട്ട് അവളെ കാത്തു നിന്നു. ഇത്രയും നേരമായിട്ടും ഭൗതിയുടെ കഥാപ്രസംഗം തീർന്നിട്ടില്ല. ഇതിന് മാത്രം എന്താണാവോ പറയാനുള്ളത്? ഇനി ഇവളുടെ വീട്ടിലേക്ക് തന്നെയല്ലേ പോകുന്നു? കാശിക്കും സംശയം. ഇനിയും കാത്തിരുന്നാൽ അവൻ ആ ബൈക്കിലിരുന്ന് ഉറങ്ങിപ്പോകും. അതുകൊണ്ട് നീട്ടിയൊരു ഹോൺ അടിച്ചു. അത് കേട്ടതേ എല്ലാവരും കൂട്ടത്തോടെ ഇറങ്ങി വന്നു. കല്യാണോട് സംസാരിച്ചുകൊണ്ട് തന്നെ വന്ന് ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെച്ച് കയറിയിരുന്നു. ടാറ്റാ. കല്ലു തിരിഞ്ഞിരുന്ന് മൂവരെയും കൈവീശി കാണിച്ചു. ഒഞ്ഞു പോയേടി, ഇതും കൂടി കൂട്ടി 19ാമത്തെ ടാറ്റ. ഏട്ടാ ഇതിനെ കൊണ്ടുപോയിക്കോ, ജഗ്ഗു സീറ്റോളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. കാശി അത് കേട്ട് ചിരിച്ചുകൊണ്ട് വണ്ടിയെടുത്തു. കല്ലു തിരിഞ്ഞിരുന്ന് അവനെ കൊഞ്ഞനും കുത്തി കാണിച്ചു. അവൻ തിരിച്ചു. യാത്രയിലൂടെ നീളം കല്ലു ആലോചിക്കുകയായിരുന്നു, എന്തിനായിരിക്കും ഇപ്പൊ അമ്മ വരാൻ പറഞ്ഞതെന്ന്. ഇറങ്ങുന്നതിന് മുമ്പ് കുറെ തവണ അച്ചുവിനെയും മീനുവിനെയും മാറി മാറി വിളിച്ചു നോക്കി. രണ്ടുപേരും ഫോൺ എടുത്തില്ല. നീ ഇറങ്ങുന്നില്ലേ? ബാലേട്ടന്റെ ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. ഇത്ര പെട്ടെന്ന് വീടെത്തിയോ? കല്ലു വേഗം ഇറങ്ങി ബാലേട്ടൻ്റെ അടുത്തേക്ക് ചെന്നു. പിന്നാലെ ബൈക്ക് സ്റ്റാൻഡിലിട്ട് കാശിയും. എന്തെങ്കിലും വിവരം കിട്ടിയോ ബാലേട്ടാ? കല്ലു ആകുലതയോടെ തിരക്കി. ഒരു പിടിയുമില്ല കല്ലൂട്ടാ. രാധുവിനോട് ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. നിന്നെ കൊണ്ട് അങ്ങ് ചെന്നാ മതി എന്ന് പറഞ്ഞു. ബാലേട്ടൻ അവളുടെ തലയിൽ നിന്ന് ഹെൽമെറ്റ് ഊരി വെച്ച്. കല്ലൂരിന് ചെറിയ ടെൻഷൻ പോലെ നഖമൊക്കെ കടിച്ചു തുടങ്ങി. നീ പേടിക്കണ്ട മോളെ, എന്തേലും നിസ്സാര കാര്യമായിരിക്കും. കാശിയോട് സംസാരിക്കുന്നിടയിൽ അവളുടെ നിൽപ്പണ്ട് ആശ്വസിപ്പിക്കാനെന്നോണം ബാലേട്ടൻ പറഞ്ഞു. എന്നാലും എന്തായിരിക്കും? കല്ലു സ്വയം ചോദിച്ചു. കാശിയും ബാലേട്ടനും പരസ്പരം നോക്കി അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. നീ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ന് കോളേജിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചോന്ന്. അവസാനം പറഞ്ഞ് എന്തെങ്കിലും സംഭവിച്ചോ? കല്ലുവിന്റെ മനസ്സിലേക്ക് എക്കോ എഫക്റ്റ് ഇട്ട് ഓടിക്കൊണ്ടിരുന്നു. കല്ലു ഫ്ലാഷ് ബാക്കിലേക്ക് പോയി. ഇന്ന് രാവിലെ കോളേജിലെത്തുന്നു, ടെൻഷൻ അടിക്കുന്നു, ഏതൊക്കെയോ ബുക്ക് തുറന്ന് വായിക്കുന്നു. ചുറ്റും ആകെ ബഹളം. നീ വല്ലതും പഠിച്ചോ? ഞാനൊന്നും പഠിച്ചില്ലടി. ദേ ഇത് നോക്കി വെച്ചോ, എക്സാമിന് എന്തായാലും വരും. ഇതൊന്നും പഠിച്ചില്ലേ? ഇതെന്തായാലും എസ്സേക്ക് ചോദിക്കും. ബാക്ക്ഗ്രൗണ്ടിലെ പലവിധ ബഹളങ്ങൾക്കൊടുവിൽ നീണ്ട ഒരു മണിനാഥം മുഴങ്ങുന്നു. ഹാളിൽ കയറാനുള്ള അറിയിപ്പ്. പിന്നെ ഓടിയ ഹാളിൽ കയറി. ടീച്ചർ വന്നു. ആൻസർ ചെയ്താനുള്ള പേപ്പർ വന്നു. ക്വസ്റ്റ്യൻ പേപ്പർ വന്നു. വേറൊന്നും വന്നില്ല. ഇനി വന്നോന്ന് ഓർമ്മയുമില്ല. ലാസ്റ്റ് ബെല്ലടിച്ചപ്പോഴാണ് പിന്നെ പേപ്പറിന് തല പോകുന്നത്. പിന്നെ എങ്ങനെ അറിയാനാണ്? ഹാളിന് പുറത്തിറങ്ങി ഒന്ന് ചുറ്റി നടന്നു. തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. എന്താ അവസാനം എന്താ പറഞ്ഞ്? തിരിച്ച് വീട്ടിലേക്ക് വന്നു. അതല്ല, അതിനു മുമ്പ് കോളേജിൽ ചുറ്റി നടന്നു. അതിനുശേഷം ഒന്ന് സ്ലോ മോഷനിൽ ചിന്തിച്ചു നോക്കൂ. തിരിച്ചു പോരാൻ തുടങ്ങുമ്പോൾ സായിയുടെ കോള് വരുന്നു. മീനുവിനെ എങ്ങനെയെങ്കിലും പുറത്തെത്തിക്കാൻ പറയുന്നു. അത് ഏൽക്കുന്നു. അവളെ അവന്റെ കൂടെ പറഞ്ഞയക്കുന്നു. സുഭാഷ്. ഇതിനിടയ്ക്ക് ഇങ്ങനെ ചിലതൊക്കെ സംഭവിച്ചിരുന്നു അല്ലേ? എടി നീയൊക്കെ എന്തുവാടി കാണിച്ചു വെച്ചത്? ഒക്കെ കേട്ട് ബാലേട്ടന് ടെൻഷനായി. ഇതേ സമയം കാശി. അങ്ങനെ ചോദിക്കാച്ചാ, എടി ബൈക്ക് കയറ്റി വിടണേ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ട് ആവായിരുന്നില്ലേ? കോളേജിന്റെ കൃത്യം മുമ്പിലെന്ന് പറയുമ്പോ ലക്ഷ്മിക്ക് കണ്ണെത്തില്ലേ? പിന്നല്ല. എന്തോന്നാ? കാശി ചോദിച്ചു. കോളേജിന്റെ മുമ്പിലായതുകൊണ്ടല്ലേ ലക്ഷ്മി കണ്ട്. കുറച്ച് മാറിയായിരുന്നെങ്കിൽ കാണില്ലായിരുന്നല്ലോ. ഞങ്ങൾ പെട്ടെന്ന് ഓർത്തില്ല, ഇനി ശ്രദ്ധിച്ചോളാം. കല്ലു ക്ഷമാപണം പോലെ പറഞ്ഞു. ആ എങ്കിലും നിനക്ക് കൊള്ളാം. വാ നടക്ക്. ബാലേട്ടൻ അവളെയും കൊണ്ട് മുമ്പിൽ നടന്നു. കാശി രണ്ടുപേരെയും വിചിത്ര ജീവികളെ പോലെ നോക്കി നിന്നു. മോനെന്താ അവിടെ നിന്ന് കളഞ്ഞ്? വാ മോനെ. ബാലേട്ടൻ കാശിയെ മറുകയിൽ ചേർത്ത് പിടിച്ച് നടന്നു. തല്ല് കിട്ടാതിരുന്നാ മതിയായിരുന്നു. പോകുന്ന വഴിയിൽ ബാലേട്ടൻ ആത്മഹതം പോലെ പറഞ്ഞു. 2-3 വീട് അപ്പുറമാണ് മീനുവിന്റെ വീട്. പുറത്ത് ആളും അനക്കൊന്നും കാണാത്തതുകൊണ്ട് അവർ മൂരും ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് നടന്നു. പയ്യെ അകത്തുനിന്ന് പൊട്ടലും ചീറ്റിലൊക്കെ കേൾക്കാൻ തുടങ്ങി. ഉള്ളിൽ പേടിയുണ്ടെങ്കിൽ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അകത്തേക്ക് പോവാമെന്നവർ മൗനമായി തീരുമാനിച്ചു. വാതിൽപ്പടിയിലേക്ക് കാലെടുത്ത് വെച്ചതും സ്ഫടികങ്ങൾ വീണ്ടുടയുന്ന ശബ്ദം കേട്ടു. ഞാനൊരു ഗുമ്മിന് പറഞ്ഞ എന്തോ ചില്ല് ഗ്ലാസ് ഓഫ് ഫ്ലവർ വേസ് എറിഞ്ഞുടച്ച ശബ്ദം. ഉയർത്തിയ കാലം അതേപോലെ തിരിച്ചു വെച്ചു. പരസ്പരം നോക്കി തിരിഞ്ഞ് ഓടിയാലോ? വേണ്ട, ഓടിച്ചിട്ട് തല്ലും. എങ്ങനെ അറിഞ്ഞു എന്നറിയില്ല. രാധു അകത്തുനിന്ന് പാഞ്ഞൊന്ന് കല്ലുവിന്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അകത്തേക്ക് ഒരൊറ്റ പോക്ക്. വേറെ ആരെയും മൈൻഡ് പോലും ചെയ്തില്ല. ബാലേട്ടൻ കാശിയുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു നിന്നു. രാധു പോയ പുറകെ മീനുവിന്റെ അച്ഛൻ രാജശേഖരൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഇപ്പൊ ഏകദേശം ധാരണ കിട്ടിയില്ലേ? അകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നതിന്റെ യാതൊരു ഭാവമില്ലാതെ ആ മനുഷ്യൻ ബാലേട്ടനെയും കാശിയും സ്നേഹത്തോടെ കയ്യിൽ പിടിച്ചുകൂട്ടി കൊണ്ടുപോയി അകത്തിരുത്തി. ഇന്ന് രാവിലെ കൂടി കണ്ട ബാലേട്ടനോടും കല്യാണം കഴിഞ്ഞ് പിന്നെ ഇതുവരെ കാണാത്ത കാശിയോടും വാതോരാതെ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തെ കണ്ടപ്പോൾ പണ്ട് റോമാ സാമ്രാജ്യം കത്തിയെരിഞ്ഞപ്പോൾ വയലിൻ വായിച്ചുകൊണ്ടിരുന്ന നീറോ ചക്രവർത്തിയാണ് കാശിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ ഒരാളെ പറ്റി കേട്ടിട്ടില്ലാത്തൊരു ടൈറ്റാനിക് സിനിമയിൽ കപ്പൽ മുങ്ങുമ്പോൾ പാട്ടും കൂത്തുമായിട്ടിരിക്കുന്ന ബാൻഡ് സംഘത്തെ ഓർത്തോളൂ. അതും കാണാത്തവർ എന്നെ ഓർത്തോളൂ. കല്ലുവിനെ രാധു വലിച്ചുകൊണ്ടുപോയി ഒരു മൂലക്ക് നിർത്തി. സത്യം പറഞ്ഞു, ആരാവൻ?
രാധു ഓൺ ദി ഫ്ലോർ. ആര്? കല്ലു അഭിനയിക്കുകയാണെന്ന് പറയേയില്ല, അത്രയ്ക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട്. കൊച്ചെ, നിന്റെ കള്ളത്തിലൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. മര്യാദ സത്യം പറഞ്ഞു. ആരാവൻ? എന്താ അവർ തമ്മിലുള്ള ബന്ധം? നിങ്ങൾക്കിടയിൽ എന്താ പങ്ക്? വേഗം പറഞ്ഞോ, നോണ പറയാൻ നിൽക്കണ്ട, എല്ലാം എനിക്കറിയാം. എന്തോ നീ ഇത് IG ഗീതാ പ്രഭാകറിന്റെ ബാധ കയറിയോ? ഒന്ന് നിർത്തി ചോദിച്ചൂടെ? അല്ല, ഇതൊന്നും അവള് പറഞ്ഞില്ലേ? കല്ലു സംശയം ചോദിച്ചാണ്, പക്ഷെ മറുചോദ്യമായിപ്പോയി. അതിനും കിട്ടി രാധുവിന്റെ കയ്യിൽ നിന്ന് നല്ലൊരു പീച്ച്. താർക്കുത്തരം പറയുന്നോടി, നിന്നോട് നീ ഇങ്ങനെ ചോദിച്ചാ പോരാ, നീ വന്നേ. രാധു വീണ്ടും അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് നടന്ന് നടുമുറ്റത്തേക്ക്. അവിടെ ഒരു കസേരയിൽ ലക്ഷ്മി അമ്മ ഇരിക്കുന്നു. മുമ്പിലായി കുറ്റവാളികളെ പോലെ അച്ചുവും മീനും നിൽക്കുന്നു. രാധു കല്ലൂനെ അവിടെ അടുത്തേക്ക് നിർത്തിയിട്ട് വേറെ കസേര എടുത്തിട്ടിരുന്നു. അവിടെ ഇരിപ്പ് കണ്ടിട്ട് മുട്ടിടിച്ചിട്ട് പാടില്ല. നേരെ മീനുവിനെ നോക്കി. അവള് ഇവിടെ നോക്കി. എന്തായി? കല്ലു കണ്ണുകൊണ്ട് ചോദിച്ചു. എല്ലാം പറഞ്ഞു. മീന് കണ്ണുകൊണ്ട് മറുപടി കൊടുത്തു. നീ ഒരൊറ്റ അലർച്ച, 1.5 ഞെട്ടൽ. നിന്റെയൊക്കെ കഥകൾ ഇരുത്തിയിട്ട് മര്യാദ കാര്യം പറ. അമ്മ സത്യമായിട്ട് ഞാൻ എക്സാം കഴിയുമ്പോൾ പറയാനിരുന്ന അമ്മ, അല്ലാതെ ഒളിച്ചു വെക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല അമ്മ, ഇനി ചെയ്യുകയില്ല. മറക്കാൻ മാത്രം പറയരുത് അമ്മ, പ്ലീസ്. മീനുട്ടി നേരത്തേക്കിരുന്ന് ലക്ഷ്മിയുടെ മടിയിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു. അവസാന വാക്കിൽ അവളുടെ ശബ്ദം ഇടറിയിരുന്നു. ഇത് കണ്ടുകൊണ്ടാണ് അച്ഛന്മാരും കാശി അങ്ങോട്ടേക്ക് വന്ന് മീനു അമ്മയുടെ മടിയിലേക്ക് ഇടന്ന് കരയാൻ തുടങ്ങി. ലക്ഷ്മിയുടെ മുഖത്ത് ഇപ്പോൾ ദേഷ്യമൊന്നുമില്ല, സ്നേഹമോ വാത്സല്യമോ അങ്ങനെ എന്തൊക്കെയോ ആണ്. പക്ഷെ അതിനെല്ലാം മറച്ചുകൊണ്ട് പരിഭവം. ഈ സമയം കാശി പുറത്തേക്ക് പോയിട്ട് തിരികെ വന്ന് ലക്ഷ്മി അമ്മയ്ക്ക് നേരെ ഫോൺ നീട്ടി. അമ്മ സംശയത്തോടെ അവനെ നോക്കി. ഉള്ളിൽ പേടിയുണ്ടെങ്കിൽ അവൻ ധൈര്യം സംഭരിച്ച് പറഞ്ഞു, സായിയാണ്, അമ്മയോട് സംസാരിക്കണമെന്ന്. ലക്ഷ്മി സ്ക്രീനിലേക്ക് നോക്കി. വീഡിയോ കോൾ ആയിരുന്നു. സായി സംസാരിച്ചു തുടങ്ങി. അമ്മ വിഷമിക്കരുത്, മീനുമെല്ലാം പറയാനിരുന്നത്. ഞാനാ പറഞ്ഞ എക്സാം കഴിഞ്ഞ് മതിയെന്ന്. പിന്നെ എന്തൊക്കെയോ അവൻ പറഞ്ഞു. ലക്ഷ്മിക്ക് ബാക്കിയുണ്ടായിരുന്ന പരിഭവം കൂടി അലിഞ്ഞില്ലാതെയായി. ഞാൻ എല്ലാവരെയും കൂടി അങ്ങോട്ട് വരാമേ. അവനോടൊന്നും മിണ്ടിയില്ലെങ്കിലും അവനായി മനസ്സെറിഞ്ഞൊരു പുഞ്ചിരി അവർ സമ്മാനിച്ചു. എല്ലാവരും മീനുവിനെ വിഷമിപ്പിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൻ മാത്രമാണ് അമ്മ വിഷമിക്കരുതെന്ന് പറഞ്ഞത്. അതുമാത്രം മതിയായിരുന്നു ആ അമ്മ മനസ്സിൽ അവൻ്റെ സ്ഥാനം നേടാൻ. എല്ലാവരും ഇതോടെ നെഞ്ചത്ത് കൈവച്ച് ആശ്വസിച്ചു. ഒരു മഴ പെയ്ത് തോർന്ന പോലെ. ഫോൺ കെട്ടായതോടെ സായിയുടെ ശബ്ദം കേട്ടപ്പോൾ സ്വിച്ചിട്ട പോലെ നിന്ന മീനുവിന്റെ കരച്ചിൽ വീണ്ടും തുടങ്ങി. ഡിഡി മതി, എണീറ്റുപോയി, ലക്ഷ്മി പറഞ്ഞവിടെ കൂട്ടച്ചിരി മുഴങ്ങി. പിന്നെ അവിടെ ഒരു ഉത്സവമേളം തന്നെയായിരുന്നു. നിമിഷ നേരം കൊണ്ട് ചായയും പലഹാരങ്ങളും കഴിപ്പിക്കലായി. ലക്ഷ്മി സായിയെക്കുറിച്ച് കൂടുതൽ കാശിയോട് ചോദിച്ച് മനസ്സിലാക്കി. കുറച്ചേരം കൂടി കഴിഞ്ഞ് എല്ലാവരും സന്തോഷത്തോടെ പിരിഞ്ഞു. ബാലേട്ടനും രാധുവും കുറെ നിർബന്ധിച്ചെങ്കിലും കല്ലും കാശി ഇന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞിറങ്ങി. ഏതോ അമ്മ വീട്ടിൽ പോയതുകൊണ്ട് കാണാൻ പറ്റില്ലെന്നൊരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തിരിച്ചു പോകാനിറങ്ങിയപ്പോഴാണ് കല്ലു ആ കാഴ്ച കണ്ട് സ്തംഭിച്ച് നിന്നത്. ഇത് കല്ലു മുന്നിലേക്ക് ചൂണ്ടി കാശിയെ നോക്കി. എന്താ? കാശി അങ്ങോട്ട് നോക്കി. ഒന്നും കാണാത്തോണ്ട് വീണ്ടും അവളെ നോക്കി. ഇനി ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ മോഡൽ എന്തെങ്കിലും ആണോന്നറിയാം. ഹിമാലയൻ? കല്ലുവിന് കണ്ടത് വിശ്വസിക്കാനും സന്തോഷം കൊണ്ട് നിൽക്കാനും പറ്റാത്ത അവസ്ഥ. ആ ഹിമാലയൻ? അതിന് കാശിക്ക് കാര്യങ്ങളും കൂടി വ്യക്തമായില്ല. ഇതെങ്ങനെ ഇവിടെ വന്നു? ഇത് എന്താ? പാവം കല്ലു അറിയാത്തോണ്ട് ചോദിച്ചല്ലേ. അതിന് ഇവനെന്തിനെങ്ങനെ ഞെട്ടുന്നേ? നമ്മൾ ഇതിലും ഇങ്ങോട്ട് വന്നേ അല്ലേ? ഇനി അവന് മാറിപ്പോയതാണെന്നറിയാൻ കാശി ചോദിച്ചു. ആണോ? കല്ലു ഒന്നുകൂടി ആലോചിച്ച് നോക്കി. ഒന്നും ഓർക്കുന്നില്ല. വന്ന വഴിക്ക് നല്ല കാറ്റുണ്ടായിരുന്ന മാത്രം ഓർമ്മ വന്നു. അപ്പൊ കാശി പറഞ്ഞാൽ ശരിയാവാനാണ് സാധ്യത. അത് പിന്നെ അപ്പോഴത്തെ ടെൻഷനിൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. കല്ലുവിന്റെ നിൽപ്പും പറച്ചിലൊക്കെ കണ്ട് കാശിക്ക് ചിരി വന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സാധനത്തിനെ കാണുന്നത് തന്നെ. കേറ്. അതേ ചിരിയോട് അവളോട് പറഞ്ഞിട്ട് കാശി വണ്ടിയെടുത്തു. കല്ലു പുറകിൽ നിന്ന് കൈകൾ അവന്റെ തോളിലേക്ക് വെച്ചു. ആദ്യമായിട്ടാണ് ബൈക്കിൽ. അതിന്റെ ഒരു ആവേശവും പിന്നെ കാശിയോട് ഇത്രയടുത്ത് ആദ്യമായിട്ടിരിക്കുന്നതിന്റെ ചളിപ്പൊക്കെ കൂടി കല്ലു നല്ല ദൂരമിട്ടിരുന്നു. കുറച്ചുകൂടി അകന്നിരുന്നാൽ ജമ്പനും തുമ്പനും പോകുന്ന പോലെ ആയേനെ. രാത്രി ആയതുകൊണ്ട് റോഡിൽ തിരക്കുറവായിരുന്നു. തെളിഞ്ഞ മാനത്ത് പൂർണ്ണചന്ദ്രനും നക്ഷത്രങ്ങളും നിറഞ്ഞു നിന്നു. ടൗണിലേക്ക് കടന്നു വെളിച്ചം വിതറുന്ന കെട്ടിടങ്ങളും കടകളൊക്കെ കണ്ട് കല്ലു ഇരുവശങ്ങളിലേക്കും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. ആദ്യമായി ഉത്സവപ്പറമ്പിലെ വിസ്മയ കാഴ്ചകൾ നോക്കിക്കാണുന്ന കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടെ. ഇടയ്ക്കിടെ മിററിലൂടെ നോക്കിക്കൊണ്ടിരുന്ന കാശിക്ക് അവൾക്ക് ഇതൊക്കെ പുതുമയുള്ള കാഴ്ചയാണെന്ന് മനസ്സിലായി. അതോടെ കാശി ഒരു ഇടവഴിയിലേക്ക് വണ്ടി തിരിച്ചു. വെട്ടമുള്ള കെട്ടിടങ്ങൾ മാറി വഴിയോരങ്ങളിൽ ഇരുട്ടും കാടുകളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. കല്ലുവിന്റെ കണ്ണുകളെല്ലാം ഒപ്പിയെടുക്കുന്ന തിരക്കിലായിരുന്നെങ്കിലും അനുനിമിഷം കൂടി വരുന്ന തണുപ്പിൽ അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. തണുപ്പേറും തോറും അവർക്കിടയിൽ ദൂരം കുറഞ്ഞു വന്നു. അവൾ കൈകൾ കാശിയുടെ വയറിലൂടെ ചേർത്ത് വെച്ച് തോളിലേക്ക് തലയായിച്ചു. അവളിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു നീക്കമായതിനാൽ കാശി പെട്ടെന്നൊന്ന് പതറി. അറിയാതെ തന്നെ വണ്ടിയുടെ സ്പീഡ് കുറഞ്ഞു. നമുക്ക് പതിയെ പോവാം കാശി, അവൾ അവന്റെ കാതോരം മെല്ലെ പറഞ്ഞു. കാശിയുടെ ചുണ്ടിൽ നിറഞ്ഞൊരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു. ആദ്യമായി അവളോട് ചേർന്നിരുന്നുകൊണ്ടോ അവനേറെ ഇഷ്ടമുള്ള യാത്രയിൽ അവളുടെ സാന്നിധ്യമുള്ളതുകൊണ്ടോ തന്നോടൊപ്പമുള്ള നിമിഷങ്ങൾ അവൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന തോന്നൽ കൊണ്ടോ അവന്റെ ഉള്ളും തുടിച്ചു. കുറച്ചു നേരം കൂടി അങ്ങനെ പോയ ശേഷം കാശി പെട്ടെന്ന് വണ്ടി ഒതുക്കി നിർത്തി. അവനോട് പറ്റിച്ചേർന്ന് കിടന്നിരുന്ന കല്ലു വീടെത്തിയോന്ന് ചോദിച്ച് ഞെട്ടിണീറ്റു.
അത്രയധികം ആസ്വാദ്യമായിരുന്നെന്ന് പെട്ടെന്ന് അവസാനിച്ചുള്ള ഈർഷ്യ അവളുടെ വാക്കുകളിൽ തെളിഞ്ഞു. അത് കേട്ടതും കാശിയുടെ മുഖത്ത് കുസൃതി തെളിഞ്ഞു. അപ്പോഴാണ് കല്ല് ചുറ്റും നോക്കുന്നത്. ഇല്ല, വീടെത്തിയിട്ടില്ല. ഇപ്പോഴും ആ കാട്ടിൽ തന്നെയാണ്. ഇതെന്താപ്പിയുടെ ഇനി എന്നെ കളയാനെങ്ങാനും ആണോ? കല്ലു ആലോചിക്കാതിരുന്നില്ല. അവൾ സംശയത്തോടെ കാശിയെ നോക്കി. ഇറങ്ങ്. ഇറങ്ങാനോ? അപ്പൊ ഇത് തന്നെ കളഞ്ഞിട്ട് പോകാനുള്ള പരിപാടി തന്നെയാ. കൊന്നാലും ഇറങ്ങൂലടാ, മനസ്സിൽ പറഞ്ഞു. ഉറക്കെ പറയാൻ ശബ്ദം പുറത്തോട്ട് വരുന്നില്ല. വന്നാലും തണുപ്പ് കാരണം പല്ല് കൂട്ടിയിടിക്കുന്നുണ്ടൊന്നും പറയാനും പറ്റുന്നില്ല. ഒന്നും മിണ്ടാതെ കാശിയുടെ ഷർട്ടിൽ അള്ളിപ്പിടിച്ചിരുന്നു. ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇറങ്ങാത്തതും പോരായിട്ട് ഇപ്പൊ പുറമാന്തി പറിക്കുന്നു. കാശി തിരിഞ്ഞു നോക്കി. ഇറങ്ങുന്നില്ലേ? എന്നെ ഇവിടെ ഇട്ടിട്ട് പോവാനല്ലേ? കല്ലു സിനിങ്ങി. കാശിക്ക് അപ്പോൾ അവളോട് വാത്സല്യം തോന്നി. തനിക്ക് ഇന്നുവരെ അന്യമായിരുന്ന എത്രയെത്ര ഭാവങ്ങളാണ് വളരെ കുറച്ച് സമയം കൊണ്ട് ഈ പെണ്ണിനോട് തോന്നുന്നു. കാശിക്ക് അതൊരു അതിശയമായിരുന്നു. ഇട്ടിട്ട് പോവില്ല. നിന്നെ അങ്ങനെ എനിക്ക് കളയാൻ പറ്റുമോ? തണുപ്പുകൊണ്ടാണോ? അല്ല, അവൻ ആർദ്രമായി തന്നെ ചോദിച്ചതാ. പ്രോമിസ്? കല്ലു തണുത്ത് മരവിച്ച കൈ അവന് നേരെ നീട്ടി. കാശി ആ കൈയിലേക്ക് കൈ ചേർത്ത് വെച്ച്. പ്രോമിസ്. കല്ലുവിന് ചെറിയൊരു ആശ്വാസം തോന്നി. അവൾ പതിയെ ഇറങ്ങി നിന്നു. പിന്നാലെ കാശിയും ഇറങ്ങി ബൈക്കിൽ ചാരി നിന്നു. കല്ലു ചുറ്റുപാടും നോക്കി. വിജനമായ റോഡ്. ദൂരെ എവിടെ നിന്നോ വാഹനങ്ങളുടെ നേരത്തെ ശബ്ദം കേൾക്കാം. മെയിൻ റോഡിൽ നിന്നായിരിക്കും. റോഡിന്റെ മറുവശത്ത് ഒരു മുട്ടക്കുന്ന് കാണാം. ബാക്കി എല്ലായിടത്തും മരങ്ങൾ. അവർ നിൽക്കുന്ന വശത്ത് മരങ്ങളില്ല. വഴിയോരത്ത് കലുങ്കുകളുണ്ട്. കാശി ഇവിടെ നിർത്തിയെന്തിനാണെന്ന് ഇപ്പോഴും അവൾക്ക് മനസ്സിലായില്ല. കാശിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഒരു കുസൃതി ചിരിയോടെ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. കുറച്ചു നേരം അങ്ങനെ നിന്നു. തൊട്ടടുത്ത് നിന്ന പോലെ എന്തോ ഒഴുകുന്ന ശബ്ദം കേൾക്കുന്നു. കല്ലു ഞെട്ടി ചുറ്റും നോക്കുന്ന കണ്ട് കാശി ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് ചിരിയടക്കുന്നുണ്ട്. അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി അവൾ ചെവി വട്ടം പിടിച്ചുകൊണ്ട് ഒച്ചകെട്ട ഭാഗത്തേക്ക് നടന്നു. നേരെ പുറകിലുണ്ടായിരുന്ന കലുങ്കിനടുത്ത് എത്തിയപ്പോൾ തന്നെ കണ്ടു ഒരു കുഞ്ഞു കാട്ടരുവി. ഈ കളകളമൊഴുകുമൊരരുവിയില്ലേ, അതുപോലെ ഒന്ന്. നിലാവെളിച്ചത്തിൽ അതിലെ വെള്ളം വെട്ടിത്തിളങ്ങി. കല്ലുവിന് അത് കണ്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നി. ആ കലുങ്കിന് മുകളിൽ കയറിന്ന് അവൾ കൈകൾ വിടർത്തി ആ തണുപ്പിനെ തന്നിലേക്ക് ആവാഹിച്ചു. ഇപ്പോൾ ശരീരത്തിൽ നിന്നും മനസ്സിലേക്ക് കുളിര് പടരുന്ന അവൾക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു നിമിഷം. ഇപ്പോൾ അപ്രതീക്ഷിതമായി കിട്ടിയപ്പോൾ കല്ലു ആ നവ്യാനുഭൂതി ആവോളം ആസ്വദിച്ചു. കാശി നോക്കി കാണുകയായിരുന്നു അവളെ. ഓരോ നിമിഷവും തന്നെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നവൾ. അവളെ കൂടുതൽ അറിയും തോറും അവളോടുള്ള ഇഷ്ടം കൂടി വരുന്നു. അവൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ ഇന്ന് അവന് മടിയില്ല. അവളോടൊപ്പമുള്ള നിമിഷങ്ങൾ അടിയാണെങ്കിൽ പോലും അതൊക്കെ അവൻ ആസ്വദിക്കുന്നുണ്ട്. അവളിലേക്ക് തൻ്റെ മുഴുവൻ ലോകവും ചുരുങ്ങുന്ന പോലെ. ഇത്രയും നേരം തണുത്തു ഉറച്ചിരുന്ന പെണ്ണാണ് ഇപ്പൊ കാറ്റിൽ അലിഞ്ഞു നിൽക്കുന്നത്. ഇളം കാറ്റിൽ അവളുടെ മുടിയിഴകൾ പാറി പറന്നു. മാനത്തെ പൗർണമി തിങ്കളുടെ അതേ ശോഭയായിരുന്നു അവളുടെ മുഖത്തിന്. കുഞ്ഞിക്കണ്ണുകളാണ് കല്ലുവിന്. ഇടതൂർന്ന് വിടർന്നിൽക്കുന്ന കൺപീലികളും. ആ കണ്ണുകൾക്ക് ഇപ്പോൾ വാനിലെ നക്ഷത്രങ്ങളുടെ തിളക്കമുണ്ട്. അവയെപ്പോലെ മിന്നി തിളങ്ങുന്നുണ്ട്. കാശി നടന്ന് കല്ലുവിനടുത്തായി ചെന്ന് നിന്നു. അവൾ കലുങ്കിന് മുകളിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ അവനേക്കാൾ ഉയരത്തിലാണ്. കല്ലു! അവൾ തിരിഞ്ഞു നോക്കാതെ തന്നെ മൂളി. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്? കാശി കലങ്കിലേക്ക് ഇരുന്നോണ്ട് ചോദിച്ചു. ഇവിടെ നിന്നല്ല, ഈ നേരത്ത് പുറത്ത് തന്നെ ആദ്യമായിട്ടാ. കല്ലു ഇറങ്ങി അവനടുത്തായി വന്നിരുന്നു. കാശി അവിശ്വസനീയതയോടെ അവളെ നോക്കി. സത്യം, ബാലേട്ടൻ പുറത്തെ സിനിമക്കൊക്കെ കൊണ്ടുപോയെങ്കിലും തിരികെ വരുമ്പോഴേക്കും ഞാൻ ഉറക്കം പിടിച്ചിട്ടുണ്ടാവും. പിന്നെ ടൂർ പോയപ്പോഴേക്കും ഈ സമയം കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആൻഡ് ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രീഷ്യസ് മൊമെന്റ് ഇൻ മൈ ലൈഫ്. ഐ ലവ്ഡ് ഇറ്റ് കാശി. താങ്ക് യു സോ മച്ച്. അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ ഇവിടെ വരാം. കാശി പറഞ്ഞ കല്ലു സമ്മതിച്ചു. ഇവിടെ മാത്രമല്ല, നമുക്ക് ഇതുപോലെ വേറൊരുപാട് സ്ഥലങ്ങളിൽ പോകണം. അതെവിടെയാ? നമുക്ക് കല്ലു കാര്യമായിട്ട് ചിന്തിച്ചു. കിട്ടി, കുളുമണാലി പോവാം. കുളുമണാലിയോ? കാശി നെറ്റി വിളിച്ച് അവിടെ നോക്കി. അവിടെ എന്താ? നല്ല തണുപ്പാണെന്ന് കേട്ടിട്ടുണ്ട്. നമുക്ക് ഹണിമൂൺ അവിടെ പോവാം. കല്ലു വലിയ ആവേശത്തോടെ പറഞ്ഞു. ഹണിമൂണോ? കാശി ഞെട്ടിപ്പോയി. എന്തേ, കേട്ടില്ലേ ഹണിമൂൺ? കല്ലു ചോദിച്ചു. ഇനിയിപ്പോ ഇവ ഹണിമൂണെന്ന് കേട്ടിട്ടുണ്ടാവില്ലേ? നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഞാനിതുവരെ മറന്നിട്ടില്ല. ഇനി അതും കൂടെ വേണോ? അവൻ പറഞ്ഞു മനസ്സിലാവാതിരുന്നപ്പോഴാണ് അവനൊരു കൈ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന അവൾ കണ്ടത്. അത് കണ്ടതും അവൾക്ക് അവൻ പറഞ്ഞതിന്റെ സാരൊക്കെ ഓർമ്മ വന്നു. HD ദൃശ്യമികവോടെ. അത് പിന്നെ അന്ന് പേടിച്ചിട്ടല്ലേ? കല്ലു അവനെ നോക്കാതെയാണ് പറഞ്ഞെങ്കിലും അടുത്ത നിമിഷം തന്നെ അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു. അന്ന് ചവിട്ടിയ ഭാഗത്ത് തല ചേർത്ത് വെച്ചു. കാശി അവളെ തന്നെ നോക്കിയിരുന്നു. ഇത് സത്യമോ മിഥ്യയോ എന്നറിയാതെ. അവസാനം സത്യമാണെന്ന് മനസ്സിലായതും അവന്റെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. വീണ്ടും അവർക്കിടയിൽ മൗനം തളം കെട്ടി നിന്നു. നിമിഷങ്ങൾക്ക് ശേഷം കല്ലു തന്നെ ആ നിശബ്ദതയെ ഭേദിച്ചു. കാശിക്ക് നമ്മുടെ കല്യാണത്തിന് ശരിക്കും സമ്മതമായിരുന്നോ? കല്ലു ഏറെ നാളായി ചോദിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു ചോദ്യമാണിത്. അവനെ നെഞ്ചിൽ നടന്നു മാറി ഉത്തരത്തിനായി അവൾ കാതോർത്തു. അല്ല, അധികം ആലോചിക്കേണ്ടി വന്നില്ല കാശിക്ക് ഒരു ഉത്തരം പറയാൻ. അത് അവളെ തളർത്താൻ കഴിയുന്ന ഒന്നായിരുന്നെങ്കിലും അവൾക്കൊന്നും തോന്നിയില്ല.
കാരണം അവൾ അത് തന്നെയാണ് പ്രതീക്ഷിച്ച്. അത് അവനും അറിയാമായിരുന്നു. നമ്മുടെ വിവാഹം സത്യം പറഞ്ഞാൽ നമ്മുടെ അച്ഛന്മാരുടെ ചോയ്സ് ആയിരുന്നു. ഞാൻ അവരുടെ ആഗ്രഹത്തിന് സമ്മതം മൂളിയെന്നേ ഉള്ളൂ. അപ്പൊ കാശിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ലേ? ഈ ചോദ്യം പക്ഷെ കല്ലിൽ ചോദിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. ഇത് അവളുടെ ഉള്ളിലെ ജിജ്ഞാസു അറിയാതെ ചോദിച്ചു പോയതാണ്. അതുകൊണ്ട് തന്നെ ഇതിനുള്ള അവന്റെ ഉത്തരം അല്ല എന്ന് തന്നെയാണെങ്കിൽ ആ ജിജ്ഞാസു തകർന്നു പോകും. ഒറ്റക്കല്ല, തകരുമ്പോൾ കൂടെയുള്ള ബാക്കി അലവലാദികളെ കൂടി ബോംബിട്ട് തകർക്കും. അവസാനം അവളെ മൊത്തത്തിൽ തകർക്കും. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. കാശി കുസൃതി ചിരിയോടെ അവളെ നോക്കി. ആളെ മൊത്തത്തിൽ തകർക്കാൻ ജിജ്ഞാസു തയ്യാറാക്കി വെച്ചിരുന്ന ബോംബുകളെല്ലാം ചീറ്റിപ്പോയ ശബ്ദമാണ് കേട്ടത്. കല്യാണനെ നോക്കിയിരുന്നു. ഞാൻ ഒരിക്കലും വിവാഹത്തെക്കുറിച്ചും ചിന്തിച്ചിരുന്നില്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ എവിടെയോ ഞാൻ പോലും അറിയാതെ ചില കൺസെപ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതെനിക്ക് മനസ്സിലായി നിന്നെ പെണ്ണുകാണാൻ വന്നപ്പോഴാണ്. കാര്യം നിന്നെ എനിക്ക് ഇഷ്ടമായെങ്കിലും എനിക്ക് യോജിക്കാൻ പറ്റാത്ത എന്തൊക്കെയോ നിന്നിൽ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീടുള്ള നമ്മുടെ ഓരോ കൂടിക്കാഴ്ചയിലും ആ ഒരു മിസ്സിങ് ഫീല് കുറഞ്ഞു വന്നുകൊണ്ടിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് നിന്നെ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ അതൊക്കെ ഇല്ലാതായി. പിന്നെ കാശി അവിടെ നിർത്തി അവളെ നോക്കി. കല്യാണം പറയുന്നത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ അവനെ തന്നെ നോക്കിയിരുന്നു. പിന്നെ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.